നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ കന്നിമാസത്തിലെ ആയില്യം തൊഴാൻ നിരവധി ഭക്തർ എത്തി. വൈകിട്ട് വരെ ഭക്തർക്ക് ദർശന സൗകര്യം. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ടൗൺ ഹാളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പരിപാടികൾക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന് കേന്ദ്ര കലാസമിതി മേഖലാ സംഗമം ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ കന്നിമാസത്തിലെ ആയില്യം തൊഴാൻ നിരവധി ഭക്തർ എത്തി. സർപ്പപ്രീതിക്കും സർപ്പദോഷങ്ങൾ അകറ്റാനുമായി ഭക്തർ നൂറും പാലും, പാൽപ്പായസം, നെയ്പായസം, മഞ്ഞൾ, കദളിപ്പഴ നിവേദ്യം, സർപ്പപ്പാട്ട് തുടങ്ങി വഴിപാടുകൾ നടത്തി. സമീപ പ്രദേശങ്ങൾ കൂടാതെ മറ്റു ജില്ലകളിൽ നിന്നുമുള്ള നിരവധി വിശ്വാസികളാണ് സർപ്പാരാധനയ്ക്കായി എത്തിയത്. പുലർച്ചെ മുതൽ വൈകിട്ട് വരെ ഭക്തർക്ക് അകത്ത് കയറാനുള്ള സൗകര്യമുണ്ട്. കന്നിമാസത്തിലെ ആയില്യം നാൾ മേടം 10, മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴിച്ചുവരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതി, കർക്കിടകം അവസാന ദിവസം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളാണ് ഭക്തർക്ക് മനയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ. എന്നിരുന്നാലും ആത്യന്തികം പ്രത്യേക പ്രാധാന്യമുള്ള മണ്ഡലാരംഭ ദിനമായ വൃശ്ചികം 1-ന് ഇവിടെ ഭക്തജനപ്രവാഹം ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാമ്പുമേക്കാട്ട് മന. ഇവിടെ പാമ്പുകൾ പരദേവതകളും കാവൽക്കാരുമാണ്. പുണ്യപുരാതനമായ പാമ്പുമേക്കാട്ട് മനയിലെ കിഴക്കിനിയിലാണ് വാസുകിയുടെയും നാഗയക്ഷിയുടെയും സാന്നിധ്യമുള്ളതെന്നാണ് വിശ്വാസം. അനുദിനം അസംഖ്യം ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ദർശനം നടത്തി സായുജ്യമടയുന്നു. സർപ്പകോപം നിമിത്തം ക്ലേശമനുഭവിക്കുന്നവർ മനയിൽ ആശ്വാസം ലഭിക്കുവാൻ എത്തുന്നുണ്ട്. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത്. രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേലൂപ്പാടം മുള ഗവേഷണ കേന്ദ്രം, പാലപ്പിള്ളിത്തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി. KSRTCയുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി. യാത്രികർക്ക് KK രാമചന്ദ്രൻ MLA മധുരം വിതരണം ചെയ്തു. തുടർന്ന് KSRTC ജീവനക്കാരും പ്രജ്യോതി നികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിന് ശേഷം MLAയും സംഘവും മടങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ മൃഗശാല, പീച്ചി ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത്. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് DTPC നടപ്പിലാക്കുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര KK രാമചന്ദ്രൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സബ് കളക്ടർ അഖിൽ V മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, DTPC സെക്രട്ടറി C വിജയരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 12, 13 ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണരൂപത്തിൽ ആദ്യ യാത്ര നടത്തുമെന്നും ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചതായും DTPC സെക്രട്ടറി C വിജയരാജ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദേശീയപാത പേരാമ്പ്രയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബെഹനാൻ സ്ഥലം സന്ദർശിച്ചു.
നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം പുനർക്രമീകരിച്ചിരിക്കുന്ന സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം എത്രയും വേഗം തീർക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കാലതാമസം ഇല്ലാതെ പൂർത്തീകരിക്കാനും MP നിർദ്ദേശിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സദാശിവൻ കുറവത്ത്, MK ഷൈൻ, നേതാക്കളായ ഡൽജിത്ത് ഞെർലേലി, വിനീഷ് പാറവളപ്പിൽ എന്നിവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ടൗൺ ഹാളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പരിപാടികൾക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന് കേന്ദ്ര കലാസമിതി മേഖലാ സംഗമം ആവശ്യപ്പെട്ടു. സംഗീത നാടക അക്കാദമി കലാസമിതികൾക്ക് നൽകിയിരുന്ന ഗ്രാന്റ് പുനഃസ്ഥാപിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക ബജറ്റിൽ സാംസ്കാരിക പരിപാടികൾക്ക് ഫണ്ട് വകയിരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേരള സംഗീത നാടക അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മാള, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടകര മേഖലകളിലെ കലാസമിതികളുടെ സംഗമം സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ചരിത്രത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഒക്കെ ചരിത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടുത്തെ കലാ സാംസ്കാരിക സംഘടനകൾ. ഈ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ സോഷ്യൽ റിഫോർമേറ്ററി മൂവ്മെന്റുകളുടെയും അതിന്റെ ഒരു ചുക്കാൻ പിടിച്ചിട്ടുള്ളത് തന്നെ ഇവിടുത്തെ നാട്ടിൻപുറത്തെ കലാ സാംസ്കാരിക സംഘടനകളാണെന്ന് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമുക്കെല്ലാം അറിയാം, മറ്റേ ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ഈ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കലാരൂപങ്ങൾ, നാടകമാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും സംഗീതമാണെങ്കിലും ഗാനങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട ടൂളുകളായിട്ട് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വവും വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു പോകുന്നുണ്ട്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന യോഗത്തിൽ ജില്ലാ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PK കിട്ടൻ, അയ്യപ്പക്കുട്ടി ഉദിമാനം, PT വിൽസൺ, അന്നമനട ബാബുരാജ്, കാട്ടൂർ രാമചന്ദ്രൻ, രമേഷ് കൊടകര, സുരേഷ് മുട്ടത്തി, VR ഭാസ്കരൻ, PD ദിനേശ് എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സാഹസ് സംഘടിപ്പിച്ചു. മാള വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ സാഹസ് ക്യാമ്പിൻ്റെ പ്രത്യേകത, ഇനി വരുന്ന നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നമുക്കറിയാലോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. നമുക്കിവിടെ വാർഡുകളിലേക്ക് പകുതി 51% നമുക്ക് സ്ത്രീകളാണ് വേണ്ടത്. ആ സ്ത്രീകളെ മുന്നൊരുക്കം, അവരെ നമുക്ക് പറഞ്ഞ് തയ്യാറാക്കി മുന്നൊരുക്കം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ക്യാമ്പ് നമ്മുടെ എല്ലാ ബ്ലോക്കുകളിലും ഇങ്ങനെ ക്യാമ്പ് വെച്ചിരിക്കുന്നത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മണ്ഡലം പദയാത്രകൾ, മണ്ഡലം വാഹന പ്രചരണ യാത്ര തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ടിട്ട് ഓരോ മണ്ഡലത്തിലും 100-ൽ കവിയാത്ത സ്ത്രീകൾ പങ്കെടുക്കണം. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KR പ്രേമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷ സോമൻ സംഘടനാ നേതൃത്വ പാഠവും വനിതകളിൽ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ ഗോകുൽനാഥ്, ഉഷ സദാനന്ദൻ, സിൽവി സേവ്യർ, സ്വപ്ന രാമചന്ദ്രൻ, റസിയ അബു എന്നിവർ പങ്കെടുത്തു. മാള ചാലക്കുടി റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ AITUC ON പുഷ്പൻ അനുസ്മരണവും VP അർമുഖൻ വായനശാലയുടെ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും നടന്നു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. UV വാസുദേവൻ, MV അനിലൻ, OP ജയരാജ്, MP വിദ്യാധരൻ, AV ഉണ്ണികൃഷ്ണൻ, TR ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടിയാവാം, സാംസ്കാരിക രംഗത്താവാം, കലാരംഗത്താകാം, ഏത് രംഗത്തെങ്കിലും ആവട്ടെ, എവിടെയാണെങ്കിലും ജനസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തിയെയാണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത്, അയാളെ ഓർക്കപ്പെടുന്നത്. ഓർക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം പിന്തുടർന്ന പാതകളെ നമ്മൾ അനുസ്മരിക്കുന്നു. എന്താണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, എന്താണ് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും സഖാവ് പുഷ്പേട്ടനെ അനുസ്മരിക്കുമ്പോൾ ചെത്തു തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളാണ് അനുസ്മരിക്കപ്പെടേണ്ടത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു.
പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ ചന്ദ്രൻ, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിക ജയൻ, കവിത സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സെക്രട്ടറി G സബിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ കന്നിമാസത്തിലെ ആയില്യം തൊഴാൻ നിരവധി ഭക്തർ എത്തി. വൈകിട്ട് വരെ ഭക്തർക്ക് ദർശന സൗകര്യം. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ടൗൺ ഹാളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പരിപാടികൾക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന് കേന്ദ്ര കലാസമിതി മേഖലാ സംഗമം ആവശ്യപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.